നമസ്കാരം. കപ്പൽശാലകൾ പോലുള്ള വൻകിട പദ്ധതികൾ അനൗൺസ് ചെയ്യുമ്പോൾ അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ഒരു ദൈനംദിന മേൽനോട്ട സമിതി ആവശ്യമാണ്. സെയിലിംഗ് ആരംഭിക്കുന്നു. ഏറ്റവും പുതിയത് ടാറ്റയുടെ നിക്ഷേപം 10,000 കോടിയുടെ നിക്ഷേപമാണ് കേൾക്കുന്നതെങ്കിൽ ഒരു പഴയകാല സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഒരു 25 വർഷമാകും, ഒരു 10-25 വർഷമാകും ആദ്യമായിട്ടത് അണിയറയിൽ നമ്മുടെ തുറമുഖത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരം അനൗൺസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവതരിപ്പിച്ചപ്പോൾ. 1-2 ദിവസം കഴിയുമ്പോൾ എനിക്ക് മുംബൈയിൽ നിന്നൊരു ഫോൺ വന്നു. മൊബൈലൊന്നും ഇല്ല അക്കാലത്ത്. ഒരു ഫോൺ വന്നു. ടാറ്റയുടെ ഓഫീസിൽ നിന്നാണ് വിളിക്കുന്നത്. സാക്ഷാൽ രത്തൻ ടാറ്റയാണ്. ഇന്നുള്ളവരല്ല, രത്തൻ ടാറ്റ മരിച്ചുപോയ. കുറെ കാര്യങ്ങൾ വിളിച്ചു. മലയാളിയാണ്, മലയാളത്തിലാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ഒരാളാണ്. പേര് മറന്നുപോയി. അദ്ദേഹം എന്നെ ശ്രവിക്കുകയോ അദ്ദേഹത്തെ പരിചയമുള്ളവർ എന്നെ ശ്രവിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബന്ധം ഒന്നുകൂടി പുതുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നോട് ചോദിച്ചു, എന്താണ് തുറമുഖത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ, എന്താണ്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണോ തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിച്ചു. അദ്ദേഹത്തോട് ഈ വിവരം ഒരു നോട്ടായിട്ട് എഴുതി കൊടുക്കാനാണ്, തുറമുഖത്തിന്റെ സാധ്യത ഒരു നോട്ടായിട്ട് ശ്രീ രത്തൻ ടാറ്റയ്ക്ക് എഴുതി കൊടുക്കാനാണ് അന്ന് ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നത്. പക്ഷെ എന്തുകൊണ്ടോ അത് മുന്നോട്ട് പോയില്ല. അതിനെ തുടർന്നാണ് പിന്നെ പല ടെൻഡറുകൾ പരാജയപ്പെടുകയും ഒടുവിൽ അദാനി എത്തിച്ചേരുകയും ചെയ്യുന്നത്. ഈ വമ്പൻ പദ്ധതികളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഈ ഗേറ്റ് തുറന്ന് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പ്രായോഗികമായി ഇതിന് കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷൻ, ICD, കസ്റ്റംസ് ബോണ്ടഡ് ഹൗസ് തുടങ്ങിയ പല പരിപാടികൾ ആവശ്യമുണ്ട്. ഇതൊക്കെ പോർട്ടിനകത്ത് തന്നെ 300-350 ഏക്കർ സ്ഥലമുണ്ടല്ലോ, അവിടെയൊക്കെ റെഡിയാക്കാമായിരുന്നു. ഇവിടെ പോർട്ടിന് പുറത്ത് ഒരു സ്വകാര്യ നിക്ഷേപം ഏകദേശം ആദ്യഘട്ടത്തിൽ 900 കോടി രൂപ, രണ്ടാമത്തെ ഘട്ടത്തിൽ 600 കോടി രൂപ, അങ്ങനെ 1,500 കോടി രൂപയാണ് ഈ നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 300-400 പേർക്ക് ഡയറക്റ്റ് ജോലി, ഏകദേശം 1000 പേർക്ക് ഇൻഡയറക്റ്റ് ജോലി, താൽക്കാലിക ജോലി. ഇങ്ങനെയുള്ള ഒരു വമ്പൻ പ്രൊജക്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അവർ പറയുന്നുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയുമുണ്ട്. പതിവിന് വിപരീതമായി മുൻ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ ഫോളോ അപ്പുകൾ നടക്കുന്നുണ്ട്. എന്നതിലൊക്കെ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷേ പ്രാദേശികമായി, വളരെ പ്രാദേശികമായ ചില എതിർപ്പുകൾ, ചില കുത്തിത്തിരിപ്പുകൾ, ചില പ്രശ്നങ്ങളൊക്കെ ചിലർ ഉയർത്തിക്കൊണ്ടുവരികയാണ്. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെട്ട് പരിഹരിച്ചാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന തരത്തിൽ ജോലി സാധ്യത സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ. എൻ്റെ ഒരു സുഹൃത്ത് ഇന്നലെ, അദ്ദേഹം ഒരു അമ്പലത്തിൽ പോകാറുണ്ട്, മിക്കവാറും ദിവസം അമ്പലത്തിൽ പോകാറുണ്ട്. അവിടെ ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. എല്ലാ ദിവസവും പരിചയപ്പെട്ടു. അദ്ദേഹത്തിന് വേണ്ട മുൻഗണന എല്ലാം നൽകുന്ന പെൺകുട്ടിയാണ്. എൻ്റെ രജിസ്ട്രേഷൻ, ബുക്കിംഗ് എല്ലാം എടുത്തു കൊടുക്കുന്ന പെൺകുട്ടിയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ അത് പറഞ്ഞ് അതിന് ജോലി നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് സംശയം, അമ്പലത്തിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടുമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, യെസ്, അമ്പലത്തിൽ നിന്നും പിരിച്ചുവിട്ടു. എന്തെങ്കിലും ഒരു ജോലി പോർട്ടുമായി ബന്ധപ്പെട്ട് മേടിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ് എന്നോട് ചോദിച്ചത്. ഇങ്ങനെ നിരവധി കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഒരു തൊഴിലിന് വേണ്ടി തിരുവനന്തപുരത്ത് മാത്രമല്ല കേരളം മുഴുവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഭാഗത്തു നിന്ന്, ഇത് ഗവൺമെന്റ് പച്ചക്കൊടി കാണിച്ച പ്രൊജക്റ്റാണ്, മുന്നോട്ട് പോകാനുള്ള എല്ലാ അനുമതിയും നൽകിയ പ്രൊജക്ട് പ്രാദേശികമായ ചില വിഷയത്തിന്റെ പേരിൽ തടസ്സപ്പെട്ട് നിൽക്കുമ്പോൾ, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, വൻകിട പദ്ധതികൾ അനൗൺസ് ചെയ്താൽ മാത്രം പോരാ, ആ പദ്ധതികൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഓരോ പ്രൊജക്റ്റിനും ആവശ്യമുണ്ട്. ഞാനിത് ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ശ്രമിച്ചു. അവിടെ തടസ്സമുണ്ട്, ആ തടസ്സം നീക്കി കൊടുക്കണം, എത്രയും പെട്ടെന്ന് നീക്കി കൊടുക്കണം എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തുറമുഖത്തിന് പുറത്ത് ആദ്യമായിട്ടാണ്, ഇത് സർക്കാരിന്റെ ദൗത്യമാണ് അവരെ ഏറ്റെടുത്തിരിക്കുന്നത്. സർക്കാർ ലാൻഡ് കണ്ടുപിടിച്ചു കൊടുക്കണം. കേരളത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് ഇങ്ങനെ ലാൻഡ് കണ്ടുപിടിക്കൽ എളുപ്പമല്ല. സർക്കാർ ചെയ്യേണ്ട ജോലി സർക്കാരിന് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവര് ധൈര്യപൂർവ്വം മുന്നിട്ടിറങ്ങി നെഗോസിയേഷൻ നടത്തി, പ്രൈസ് നെഗോഷിയേറ്റ് ചെയ്ത് മാന്യമായ വില നൽകി ഭൂമിയൊക്കെ കരാറാകുമ്പോഴും അല്ലറ ചില്ലറ പ്രശ്നങ്ങളുടെ പേരിൽ ഇത് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഗവൺമെന്റ് അതിന് വേണ്ട
മറുമരുന്ന് കണ്ടുപിടിച്ച് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം. അല്ലാതെ നമ്മൾ പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി, അത് കഴിഞ്ഞ് കപ്പൽശാല എന്ന് പറയുന്ന പദ്ധതിയൊക്കെ അനൗൺസ് ചെയ്താലും അത് മുന്നോട്ട് പോകുകയും ജനങ്ങൾക്ക് അതുകൊണ്ടുള്ള പ്രയോജനം കിട്ടണമെങ്കിൽ ഗവൺമെന്റിന്റെ ബോധപൂർവമായ ഇടപെടൽ ആവശ്യമാണ്. ഇവിടെ ഈ കപ്പൽശാല വാർത്ത കേൾക്കുമ്പോൾ കപ്പൽശാലയേക്കാൾ അത്യാവശ്യം, കപ്പൽശാല നമുക്ക് ക്രമേണ വരാം, കപ്പൽശാലയേക്കാൾ അത്യാവശ്യം മെയിന്റനൻസ് സെന്ററാണ്, ഷിപ്പ് റിപ്പയർ യാർഡാണ്. എൽസാത്രികൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അടിയന്തിരമായി ഷിപ്പ് റിപ്പയർ യാർഡ്, കാരണം ഈ ഫുള്ളി ലോഡഡ് കപ്പലുകൾ വരുമ്പോൾ അവർക്ക് അതുപോലെ തന്നെ കയറ്റി ഇറക്കാൻ 19-18 മീറ്റർ ആഴമുള്ള ഒരു പ്രദേശത്ത് ഒരു മെയിന്റനൻസ് യാർഡ് ആവശ്യമാണ്. അപ്പൊ അത് രണ്ടും കൂടി ക്ലബ് ചെയ്യുന്ന തരത്തിൽ വേണം ഈ പ്രോജക്റ്റ് ആലോചിക്കാൻ. ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് മെയിന്റനൻസ് സെന്ററാണ് തുടങ്ങേണ്ടത്. അതിന്റെ തുടർച്ചയായിട്ട് മറ്റ് ഇൻഫ്രാസ്ട്രക്ചറും കണക്ടിവിറ്റിയൊക്കെ റെഡിയാകുമ്പോൾ മറ്റുള്ള കാര്യവും പൂർത്തിയാക്കാൻ പറ്റും. അങ്ങനെ ഒരു ട്രിവാൻഡ്രം ഷിപ്പ് യാർഡ് കൺസീവ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം വളരെ നേരത്തെ തോന്നിയതാണ്. ഇപ്പോൾ 6-7 കപ്പലുകൾ മെയിന്റനൻസ് കിട്ടാതെ ഇവിടെ ബുദ്ധിമുട്ടിയ സന്ദർഭമുണ്ട്, നമ്മുടെ ബെർത്ത് ബ്ലോക്കായ സന്ദർഭമുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് വളരെ വേഗതയിൽ ആദ്യഘട്ടത്തിൽ മെയിന്റനൻസ്, അത് കഴിഞ്ഞ് നിർമ്മാണം, അങ്ങനെയുള്ള ഒരു രീതിയിൽ പ്രോജക്റ്റ് മുന്നോട്ട് പോകണമെന്നാണ് സെയിലിംഗ് മന്ത്രിയുടെ അഭ്യർത്ഥന. ഞാൻ പറയാറില്ലേ, ചെന്നൈയിലെ ഒരു ഗ്രൂപ്പുണ്ട്, എല്ലായിടത്തും ഉണ്ട്, മുംബൈയിലുണ്ട്, ചെന്നൈയിലുണ്ട്, കാക്കിനാഡയിലുണ്ട്, വിശാഖപട്ടണത്തുണ്ട്, കൊൽക്കത്തയിലുണ്ട്, ഇവിടെ എല്ലാം ഗ്രൂപ്പുകളുണ്ട്, നമ്മുടെ ഷിപ്പിംഗ് പ്രൊഫഷണൽസ്. അതിൽ ചെന്നൈയിലെ ഒരു ഗ്രൂപ്പിൽ നിന്ന് അവർ 2 പ്രാവശ്യമായിട്ട് അനൗൺസ് ചെയ്തത് 11 ദിവസത്തിനുള്ളിൽ നേരിട്ട് ചെന്നൈ ജബലരി നേരിട്ട് സർവീസ് നടത്തുന്നു, കാർഗോ ഉണ്ടെങ്കിൽ കാർഗോ ബുക്ക് ചെയ്യണം എന്ന് പറയുന്നതാണ് അവരുടെ പരസ്യം. ഞാൻ ആദ്യത്തെ കപ്പൽ നോക്കുമ്പോൾ കപ്പൽ കണ്ട്ലയിലാണ്, ഗുജറാത്തിലെ കണ്ട്ലയിലാണ്, കണ്ട്ലയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഈ 11-ാം തീയതി ഇവിടെ നിന്ന് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ 15-ാം തീയതി ആകുമ്പോഴും കപ്പൽ കണ്ട്ലയിലും മംഗലാപുരത്തും ഒക്കെയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 11 ദിവസത്തിനുള്ളിൽ എത്തുമെന്ന് പറയുന്ന കപ്പൽ പുറപ്പെടേണ്ട സമയം കഴിഞ്ഞിട്ടും ചെന്നൈയിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ രണ്ടാമത് പരസ്യം വന്നു, ഏകദേശം 11-12 ദിവസത്തിനുള്ളിൽ നേരിട്ട് ജബലലി സർവീസ്, നേരിട്ടുള്ള ജബലലി സർവീസ് പിന്നീട് കൺഫേം ചെയ്യും എന്നും കൂടെ ഉണ്ട്. എന്തായാലും നോക്കുമ്പോൾ ഇതൊന്നും നേരിട്ടുള്ളതല്ല, ഇതെല്ലാം ഇന്ത്യയിലെ പല പോർട്ടുകളും കയറി ഗുജറാത്തിൽ വരെ പോയി അവിടെ നിന്ന് കാർഗോ എടുത്തിട്ടാണ് പോകുന്നത്. അതിന് ശ്രീ വിപിൻ ബാംഗ്ലൂരിൽ നിന്നൊരു കണ്ടെയ്നറിന്റെ ട്രാക്കത്തോണിൽ അയച്ചു തന്നത് 27/6/86 ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട ഒരു കണ്ടെയ്നറാണ്. ബാംഗ്ലൂർ, എണ്ണൂർ, കൊളംബോ, ജബലരി ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ട്, കപ്പലുകൾ മാറുന്നുണ്ട്. 38 ദിവസമാണ് ബാംഗ്ലൂർ, ചെന്നൈ, കൊളംബോ, ജബലരി. നമ്മുടെ ഇവിടെ 5 ദിവസം. കോർഫക്കാനാണ്, ഇപ്പോൾ ജബലലിയിലൊന്നും അങ്ങനെ പോകുന്നില്ല. ഫുജേറ, കോർഫക്കാൻ, ഇപ്പോൾ കോർഫക്കാനിലോട്ട് പോയിട്ടുണ്ട്, കപ്പൽ പോയിട്ടുണ്ട്. അപ്പൊ 5 ദിവസവും 6 ദിവസം കൊണ്ട് സഞ്ചരിക്കാവുന്ന ഒരു ദൂരത്ത് ബാംഗ്ലൂരിൽ നിന്നുള്ള വിപിന്റെ ഈ ട്രാക്കത്തോൺ നമ്മളെ പഠിപ്പിക്കുന്നത് 38 ദിവസം. ഇത് ഏതൊക്കെ വിധത്തിൽ ഇതിന്റെ സാമ്പത്തികമായ ഇമ്പാക്ട് കയറ്റുമതിക്കാർക്കായാലും ഇറക്കുമതിക്കാർക്കായാലും, ഇത് കയറ്റുമതിയാണ്, എത്രത്തോളം പ്രൈസ് ഹൈക്ക് വരുത്തേണ്ടി വരുന്നു. എൻ പ്രോഡക്റ്റിൽ ഈ കപ്പൽ കൂലിയും കടത്തുകൂലിയും ദിവസങ്ങളുടെ എണ്ണവും എല്ലാം കൂടി അവരുടെ എൻ പ്രോഡക്റ്റിൽ ആ പ്രൈസ് റിഫ്ലക്ട് ചെയ്യും. അപ്പോ ദുബായ് മാർക്കറ്റിൽ ഇന്ത്യൻ പ്രോഡക്റ്റ് അൺകോമ്പറ്റീറ്റീവ് ആകും. ഇത് നമ്മൾ 30 വർഷമായി പറയുന്നതാണ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അൺകോമ്പറ്റീറ്റീവ് ആകുന്നതിന് പരിഹാരമാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ പോർട്ട്. പക്ഷെ ഗേറ്റ് തുറക്കാതിരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇപ്പോഴും അക്കാര്യത്തിൽ ആർക്കും ഒരു ഉത്തരം പറയാതിരിക്കുന്നു. ഗവൺമെന്റ് ഒരു ക്ലോക്കൊക്കെ ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. 100 ദിവസമാണ് അവർ പറയുന്നത്. പക്ഷെ ഇക്കാര്യത്തിൽ 100 ദിവസം വേണമെന്നറിയില്ല. കാരണം ഗവൺമെന്റ് കഴിഞ്ഞ ജൂലൈ 18 ഇത് തുറക്കും എന്ന് ഉറപ്പ് നിയമസഭയിൽ നൽകിയതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ ഉറപ്പ് കേട്ടിട്ടുണ്ടാവും. ഈ ജൂലൈ 18 ആകുമ്പോൾ അതിന്റെ വാർഷികമാണ്. വിമാക്ക് ആ ചതി, ഇടത് ഗവൺമെന്റ് നൽകിയ, ജനങ്ങൾക്ക് കൈമാറിയ ചതി ജനങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രതിഷേധ പരിപാടി ജൂലൈ 18 രക്തസാക്ഷി മണ്ഡപത്തിൽ വൈകുന്നേരം 5 മണിക്ക് സംഘടിപ്പിക്കുന്നു. കാരണം ഈ വാഗ്ദാനങ്ങൾ നൽകിയാൽ പോരാ. വാഗ്ദാനങ്ങൾ ഏത് ഗവൺമെന്റ് ആയാലും, ഈ ഗവൺമെന്റ് ആയാലും വാഗ്ദാനങ്ങൾ നൽകിയാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവണം. അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണമെങ്കിൽ ജനങ്ങൾ അത് കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിന്റെ പോരായ്മകൾ ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ എന്തായാലും ഗവൺമെന്റ് തുടങ്ങിയതല്ലേ, 100 ദിവസത്തിനുള്ളിൽ അത് ഉൾപ്പെടുത്തി എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ ഒരു ഡെഡ് ലൈൻ, ജനങ്ങൾക്ക് പരിശോധിക്കാവുന്ന ഒരു ഡെഡ് ലൈൻ ഇത്രയും നാളും ഇല്ലായിരുന്നു. ഈ ഒരു പരിശോധന നമുക്ക് തുടരാം. അതേ സമയത്ത് കഴിഞ്ഞ ഗവൺമെന്റ് നടത്തിയ ഒരു ചതി, വഞ്ചന നമുക്ക് ഓർമ്മപ്പെടുത്തുകയും ചെയ്യാം.